ഫാറ്റ് ഫിലിമിന്റെ പേരിൽ അവിടെ വേറെന്തൊക്കെയോ വൃത്തികേടുകളാണ് നടക്കുന്നത്. നമുക്കുടനെ പോലീസിൽ വിവരം അറിയിക്കണം. അത് വേണോ? വേണം. നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ചേ പറ്റൂ. ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് DIGയുടെ ഫോൺ. ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ആറാവുന്നിടത്തോളം നാറിയില്ലേ ഞാൻ. സ്റ്റേഷനിലെത്തും മുമ്പേ ജാമ്യവുമായി ആളുണ്ടായിരുന്നില്ലേ അവിടെ? കേസ് പോലും ചാർജ് ചെയ്യാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ ദേവയാനി? ആ സിന്ധു എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് SIക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക്. എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ഈ വരുന്ന 27-ാം തീയതി അവളുടെ വിവാഹമാണ്. ആ വിവാഹം നടക്കാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദന, അപമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. സംഭവമല്ല ഒതുക്കിയ സ്ഥിതിക്ക് ഈ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ഈ ദേവയാനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സിന്ധു, അവളെ ഞാൻ കുത്തുപാള എടുപ്പിക്കും. ഇതെന്റെ ശപഥമാണ്. പാഞ്ചാലി ശപഥം എന്നൊക്കെ പറയുന്ന പോലെ ദേവയാനി ശപഥം അല്ലേ? അതെ, ഈ ശപഥം നിറവേറ്റാൻ സേതു സാർ എന്നെ സഹായിച്ചേ പറ്റൂ. ദേവയാനി ഇമോഷണൽ ആവണ്ട. അപ്പോൾ നേരെ ദേവയാനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്ക്. ശരി. ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. വാ, അകത്തിരിക്കാം. നീ റെഡിയാവും, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ ശരി, സന്തോഷം കണ്ടില്ലേ? മാഡം, ഒരു ഫോണുണ്ട്. 1 minute. അത് പുറത്തുനിന്ന് അടച്ചു. മിസ്റ്റർ സുരേഷ് അല്ലേ? അതെ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്ര ശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ മതിയാവും. നിങ്ങളാരാ? യു ആർ വെൽ വിഷർ. ഓക്കെ, ബൈ. ഹലോ ഹലോ. ഇതാ 500 രൂപ. സാധാരണ ഞാൻ 100 രൂപ കൊടുക്കാറുള്ളൂ. ആ, നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ?
പരിഹസിച്ചു. എന്റെ ജീവിതം, ഭാവി എല്ലാം നശിച്ചു. എനിക്ക് വേണമെങ്കിൽ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ഭാര്യയെ ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട മോളെ. ഒരിക്കലും അത് ശാശ്വതമാവില്ല. ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയാ ഇതൊക്കെ. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? 20 വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് ചേച്ചിക്ക് അയാളെ വെറുക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ്. അത് ഞാൻ തെളിയിക്കും. സത്യം പറഞ്ഞോണം, എന്തിനാണ് ഈ കുഞ്ഞിനെ കുപ്പത്തടി കൊണ്ടിട്ടത്? ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. കണ്ടടത്തൊക്കെ മേഞ്ഞു നടത്തപ്പോ വയറ്റിലുണ്ടാവും ഓർത്തില്ലേ നീ? വളർത്താൻ നിവൃത്തിയില്ലെന്ന്. എടീ, നിന്റെയൊക്കെ വയറ് കുറുക്കാതിരിക്കാൻ വേണ്ടിയാ സർക്കാർ ചീപ്പ് റേറ്റിൽ ഓരോ സാധനങ്ങളും മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. അതറിയില്ലേ നിനക്ക്? ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാവുന്ന വർത്താനാണ് നീ പറയുന്നത്. കണ്ണം കൊണ്ട് പറയുന്ന ആസനിക്ക. തന്തയും തള്ളയും ആരെന്നറിയാതെ തെരുവിന്റെ സന്തതിയായി വളർന്നതിന്റെ വേദന നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. വിശന്ന് കരഞ്ഞപ്പോഴൊക്കെ ഒരു പറ്റ് കഞ്ഞിയോ ഒരിറ്റ് സ്നേഹം തരാനോ എനിക്കാരും ഉണ്ടായില്ല. തെരുവ് തണ്ടി, തന്തയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു. ഒരമ്മയുടെ ചൂട് തട്ടി വളരാണ്ട ഈ കുഞ്ഞിനെ ഈ കുപ്പത്തൊട്ടിലിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നേ? പുല്ലേ കൊണ്ടുപോടി. ഇനി വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ കളഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നുകളയുന്ന ഞാൻ. പെണ്ണെന്ന് പറഞ്ഞാ പിഴയാണടി, ഒറ്റ എണ്ണമില്ല നല്ലത്. പോ. നിൽക്ക്, പോകാൻ വരട്ടെ. ഒരു പെണ്ണ് ചീത്തയാണെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാന്ന് പറയരുത്. ഓ, ഒരു ശീലാവതി വന്നിരിക്കുന്നു. നീ ആരാടി ഇതിടപെടാൻ? വന്ന അന്ന് മുതൽ നീ എനിക്ക് തിളക്കാൻ തുടങ്ങിയതാ പിഴച്ച വർഗം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യടി പുല്ലേ? ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു. എന്താ സംശയം? നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം. അതെന്നെ കൊണ്ടുകൂടെ പറയിപ്പിക്കരുത്. എന്ത് പറയാൻ? നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ലേഡി. ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാമോ? ഒന്നല്ല 100 വട്ടം പറയാം. നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ്. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മതി, അത് കേട്ടാ മാത്രം മതി എനിക്ക്. ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. കാശിനു വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു. നിൽക്കൂ, ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ചുടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ? ആ കുഞ്ഞ് നിങ്ങളെ പോലെ തന്തയില്ലാത്തവനായി വളരണോ? നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ആ പടി ചവിട്ടി പോരും. മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നോളാം ഞാൻ. ചേച്ചി, ആരാ നിന്നെ പഴപ്പിച്ചെന്ന് വെച്ചാ അവന്റെ കൂടെ പോയി കൊടുത്തോ. മാറങ്ങോട്ട്. അച്ചുട്ടേ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാ പറയണോ? മണിയാ,
ഒരു വീഡിയോ. ഓളെ കണ്ണീര് വീണാൽ എന്നോട് പടച്ചോൻ പോലും പൊറുക്കൂല. യോളെ വിളിച്ച് കുടിക്കേറ്റ്. ഞാൻ വിളിക്കട്ടെ?